നിരവധി പേർക്ക് ഈ ടിയർ ഗ്യാസ് ഷെല്ലിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതായി പറയുന്നുണ്ട്. ഒപ്പം തന്നെ പോലീസിന്റെ ലാത്തിയടിയിൽ കൂടുതൽ പ്രവർത്തകർക്ക് പരിക്കേറ്റ സ്ഥിതിയുമുണ്ടോ? MLA മാർ സ്ഥലത്തേക്ക് എത്തുന്നുണ്ടോ? നേരത്തെ മാത്യു കുഴൽനാടൻ MLA-യും അതോടൊപ്പം തന്നെ റോജി ജോൺ MLA-യും സ്ഥലത്തുണ്ടായിരുന്നു. അവർ പ്രസംഗിച്ച ശേഷം മടങ്ങിപ്പോയതിനു ശേഷമാണ് പിന്നീട് വീണ്ടും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടായത്. ബാരിക്കേഡിന് മുന്നിൽ തുറന്ന പ്രവർത്തകരെ പിരിച്ചുവിടാൻ പലവട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല പോലീസിന് നേരെ തുടർച്ചയായ കല്ലേറും ഉണ്ടായി. ഇതിനെല്ലാം ഒടുവിലാണ് അമൽ എന്തായാലും ദേഹാസ്വാസ്ഥ്യം അവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ടോ ഈ ടിയർ ഗ്യാസ് ഷെല്ലിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അല്പം റിലാക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പോലീസിന് നേരെ കല്ലേറുണ്ടായിട്ടുണ്ട്. പോലീസ് വാഹനത്തിന് നേരെ കല്ലേറുണ്ടായി എന്ന് അറിയുന്നു. അങ്ങനെ സെക്രട്ടേറിയറ്റിന്റെ മുൻവശം സംഘർഷഭരിതമായി മാറുകയാണ്. നിയമസഭ തുടങ്ങിയതിന് ശേഷം തന്നെ നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി വലിയ പ്രതിഷേധം തീർത്തു. പുറത്തേക്ക് എത്തുമ്പോൾ സെക്രട്ടേറിയറ്റിന്റെ മുൻവശം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ സമരങ്ങളാൽ ആളിപ്പടരുകയാണ്. മുഖ്യമന്ത്രി ഈ കൊള്ളക്കാരെ സംരക്ഷിക്കുന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഉയരുന്നുണ്ട്. ദേവസ്വം വകുപ്പ് മന്ത്രി രാജിവെച്ച് ഒഴിയണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നിര ആവശ്യപ്പെട്ടു. അതിന് പിന്നാലെയാണ് സഭ പിരിഞ്ഞത് ഇന്നത്തേക്ക്. അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം ഉയരുകയാണ്. സെക്രട്ടേറിയറ്റിന് മുൻപിലേക്കാണ് പ്രതിഷേധ മാർച്ച് എത്തുന്നത്. ആ പ്രതിഷേധ മാർച്ചാണ് സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കണ്ണീർ വാതക ഷെല്ല് പ്രയോഗിച്ചു. ലാത്തി വീശി പോലീസ് പ്രവർത്തകരെ നേരിട്ടു. നിരവധി പ്രവർത്തകർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റ സംഭവം ഉണ്ടായിട്ടുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് പോലീസ് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തിച്ചേരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. MLA-മാർ ഉൾപ്പെടെ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ സംഘർഷ സ്ഥലത്തേക്ക് എത്തി പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതായി ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ തീരുമാനം. യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ നേരിട്ടാണ് ഈ സമരത്തിൽ പങ്കുചേരുന്നത്. നിരവധി വനിതാ പ്രവർത്തകർക്കും പോലീസിന്റെ ലാത്തിയടിയിൽ പരിക്കേറ്റിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും കാണാൻ കഴിയുന്ന നിയമസഭയിലേക്കുള്ള മാർച്ചാണ് നമ്മൾ കാണുന്നത്. നിയമസഭ ഈ ദിവസം പിരിഞ്ഞു. ആ പിരിയാനുള്ള കാരണവും ഈ ശബരിമല മുൻനിർത്തിയുള്ള പ്രതിഷേധ സമരങ്ങളെ തുടർന്നുകൊണ്ടായിരുന്നു. സഭയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം അഴിച്ചുവിട്ടത്. അതിനുശേഷം ഉള്ള മാർച്ച് അക്രമാസക്തമാകുന്നതിന്റെ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ച് അക്രമാസക്തമായി. പോലീസിന്റെ വൻ സന്നാഹമാണ് പ്രവർത്തകരെ നേരിടാനായി തയ്യാറാകിയിരിക്കുന്നത്. വലിയ സുരക്ഷാ സംവിധാനം ഭേദിച്ചുകൊണ്ട് ബാരിക്കേഡ് തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെയാണ് പോലീസ് നേരിട്ടത്. കണ്ണീർ വാതക ഷെൽ പ്രയോഗിച്ചു. ടിയർ ഗ്യാസ് പുറമെ ജലപീരങ്കി പ്രയോഗവും നടത്തി. ലാത്തി വീശി പോലീസ്. ലാത്തിയടിയിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റതായി യൂത്ത് കോൺഗ്രസ് പറയുന്നുണ്ട്. പരിക്കേറ്റ പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് AR ക്യാമ്പിലേക്ക് അടക്കം കൊണ്ടുപോകാനുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. വലിയ തിരക്കേറിയ നഗരത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിഷേധ മാർച്ച് വലിയ ഗതാഗത കുരുക്ക് രൂപപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ കവചമാണ് നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഗതാഗത ക്രമീകരണം ഉൾപ്പെടെ നിലവിലുള്ളപ്പോഴാണ് നിയമസഭയിലേക്കുള്ള പ്രതിപക്ഷ യുവജന സംഘടനയുടെ മാർച്ചും പുരോഗമിക്കുന്നത്. ആ മാർച്ചിൽ വലിയ അക്രമാസക്തമായ സാഹചര്യത്തിലേക്ക് ആ മാർച്ച് പോകുന്നു. പ്രവർത്തകർ പോലീസ് വാഹനത്തിന് നേരെ കല്ലേറ് നടത്തി. പോലീസിന്റെ ബാരിക്കേഡ് തകർത്തുകൊണ്ട് മുദ്രാവാക്യം വിളികളുമായി മുന്നോട്ട് പോകാൻ പ്രവർത്തകർ ശ്രമിച്ചു. ആ ശ്രമം തടഞ്ഞുകൊണ്ടാണ് പോലീസ് ലാത്തി വീശിയത്. ജലപീരങ്കി പ്രയോഗവും നടത്തി. പിന്നാലെ കണ്ണീർ വാതക ഷെല്ല് പ്രയോഗിച്ചു. കണ്ണീർ വാതക ഷെൽ പ്രയോഗത്തിൽ നിരവധി പ്രവർത്തകർക്കും അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർക്കുമൊക്കെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നുണ്ട്.